പ്രചോദനാത്മകമായ കഥകളിലൂടെയും ഉദാഹരണങ്ങളിലൂടെയും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ഞങ്ങൾ ഇവിടെയുണ്ട്. ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ എന്തെങ്കിലും ജോലി ആരംഭിക്കുന്നതിന് മുമ്പ് എപ്പോഴും 3 ചോദ്യങ്ങൾ സ്വയം ചോദിക്കുക. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞാൻ വിജയിക്കുമോ? നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കുകയും ഈ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ ഉത്തരം കണ്ടെത്തുകയും ചെയ്യുമ്പോൾ മാത്രം മുന്നോട്ട് പോകുക. ചാണക്യൻ. ചെറുപ്പക്കാരുടെ വഴികാട്ടി. ചാണക്യന്റെ 3 ചോദ്യങ്ങൾ. കുട്ടികളെ, നമ്മൾ ഓരോന്നും ചെയ്യുന്ന കാര്യങ്ങൾക്ക് വലിയൊരു ശക്തിയുണ്ട്. അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോലും കഴിയും. പക്ഷേ എന്തും യാതൊന്നും ചെയ്യാതെ പോയാലും മതിയോ? അല്ലല്ലോ. എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കി ശരിയായ വഴിയിൽ മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. അതിന് ചാണക്യൻ മുത്തശ്ശൻ പറഞ്ഞ 3 ചോദ്യങ്ങൾ ഉപകാരപ്പെടും. 1. എന്താണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? കുട്ടികളെ, ഓരോ കാര്യം തുടങ്ങുന്നതിന് മുമ്പ് ഈ ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കൂ. ടീച്ചർ പറഞ്ഞിട്ട് ചിത്രം വരയ്ക്കുകയോ കൂട്ടുകാരെ കളിക്കാൻ വിളിച്ചിട്ട് പോകുകയോ ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയാണ് ഏറ്റവും സന്തോഷം ലഭിക്കുന്നത്. ഫുട്ബോൾ കളിക്കാനാണോ ആഗ്രഹം? ഗിറ്റാർ പഠിക്കാനാണോ? നൃത്തം ചെയ്യാനാണോ? നിങ്ങളുടെ ആഗ്രഹങ്ങൾ കണ്ടെത്തൂ. കഥ. കിളികളുടെ ഗാനം. ഒരു ചെറിയ കുട്ടിക്ക് പക്ഷികളുടെ കൂട്ടിലേക്ക് നോക്കിയിരുന്നു. എനിക്കും പറക്കാനാവുമെങ്കിൽ എന്ന് അവൻ ആഗ്രഹിച്ചു. പക്ഷേ അവൻ നടക്കാൻ പഠിക്കാൻ പോലും തയ്യാറായിരുന്നില്ല. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ, നടക്കാൻ പഠിച്ചാൽ ഓടാൻ പഠിക്കാം, ഓടാൻ പഠിച്ചാൽ ചാടാം, ചാടാൻ പഠിച്ചാൽ പക്ഷേ പറക്കാനാവില്ല. പക്ഷേ നിനക്ക് ഗാനം പാടാൻ പഠിക്കാം, പക്ഷികളെപ്പോലെ. അപ്പോൾ കുട്ടി ചിരിച്ചു, ഗാനം പാടാൻ തുടങ്ങി. അവൻ പറഞ്ഞില്ലെങ്കിലും അവന്റെ ഗാനം പക്ഷികളുടെ കൂട്ടിൽ നിന്ന് മറുപടി ലഭിച്ചു. അവന്റെ ആഗ്രഹം വ്യത്യസ്തമായിരുന്നു. അവൻ അതിനെ പിന്തുടർന്നു, സന്തോഷവാനായി. 2. ഞാൻ എന്താണ് ചെയ്യുന്നത്? കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ശരിയായ രീതിയിലാണോ ചെയ്യുന്നതെന്ന്. നമ്മൾ എന്താണ് ചെയ്യുന്നത്, എന്തിനുവേണ്ടിയാണ് ചെയ്യുന്നത് എന്നതിനെപ്പറ്റി ചിന്തിക്കണം. ടീച്ചർ പറഞ്ഞ പാഠം പഠിക്കുമ്പോൾ ടെസ്റ്റിൽ നല്ല മാർക്ക് വാങ്ങാനല്ല, പുതിയ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുമായിട്ടാണ് ചെയ്യേണ്ടത്. കളിക്കുമ്പോൾ മറ്റുള്ളവരെ ഉപദ്രവിച്ചില്ലെന്ന് ഉറപ്പുവരുത്തണം. ഓരോ കാര്യത്തിലും നല്ല സ്വഭാവം കാണിക്കണം. കഥ. കളിയിലെ കൂട്ടുകെട്ട്. ഒരു കൂട്ടം കുട്ടികൾ കളകളിച്ചുകൊണ്ടിരുന്നു. അവർ 2 ടീമായിരുന്നു. ഓരോരുത്തരും ഓരോ പന്ത് എടുത്ത് എതിർ ടീമിലേക്ക് എറിയാൻ ശ്രമിച്ചു. പക്ഷേ ഒരു കുട്ടി ടീമിൽ ഒറ്റയ്ക്കായി. ആദ്യം അവൻ സങ്കടം തോന്നിയെങ്കിലും അവൻ ചിന്തിച്ചു, ഞാൻ കളിക്കുന്നത് വിജയിക്കാനല്ല, കൂട്ടുകാരുമായി സന്തോഷിക്കാനാണ്. അങ്ങനെ അവൻ ഓരോ ടീമിനെയും സഹായിക്കാൻ തുടങ്ങി. പന്ത് എടുത്ത് ഒരു ടീമിലേക്ക് എറിയുമ്പോൾ മറ്റേ ടീമിനെ മുന്നറിയിപ്പിച്ചു. അവസാനം 2 ടീമും ഒന്നിച്ചു കളിച്ച് സന്തോഷിച്ചു. ഈ കുട്ടി എന്താണ് ചെയ്തെന്ന് മനസ്സിലായോ? ശരിയായ കളി എങ്ങനെയാണെന്ന് കാണിച്ചു തന്നു, അല്ലേ? 3. ഞാൻ വിജയിക്കുമോ? ഓരോ കാര്യം തുടങ്ങുന്നതിനു മുമ്പ് വിജയിക്കുമോ എന്ന ഭയം ഉണ്ടാകാം. പക്ഷേ ശ്രമിക്കാതെ വിജയിക്കില്ലല്ലോ. ശരിയായ മനസ്സോടെ കഠിനാധ്വാനം ചെയ്ത് നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ചാൽ വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പരാജയപ്പെട്ടാലും വിഷമിക്കേണ്ട, അതിൽ നിന്ന് പഠിച്ചു മുന്നോട്ടു പോയാൽ യഥാർത്ഥ വിജയം നേടാം. കഥ. ചെറിയ ചിത്രകാരൻ. ഒരു ചെറിയ കുട്ടി ചിത്രം വരയ്ക്കാൻ തുടങ്ങി. പക്ഷേ അവന് നന്നായി വരയ്ക്കാൻ അറിയില്ലായിരുന്നു. അവന്റെ ചിത്രം കണ്ട് കൂട്ടുകാർ ചിരിച്ചു. കുട്ടിക്ക് സങ്കടം തോന്നിയെങ്കിലും അവൻ നിർത്തില്ല. ഓരോ ദിവസവും മെച്ചപ്പെടുത്താൻ ശ്രമിച്ചു. ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു, പുതിയ കളർ കോമ്പിനേഷനുകൾ പരീക്ഷിച്ചു. ഒടുവിൽ അവന്റെ ചിത്രങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി തുടങ്ങി. അവൻ ഒരു മികച്ച ചിത്രകാരനായി. കുട്ടികളെ, ചാണക്യന്റെ 3 ചോദ്യങ്ങൾ നിങ്ങളുടെ വഴികാട്ടിയാണ്. എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കി ശരിയായ രീതിയിൽ ചെയ്യുക, കഠിനാധ്വാനം ചെയ്യുക. വിജയം നിങ്ങളെ തേടിയെത്തും. ഓർക്കുക, നിങ്ങൾ ഓരോരുത്തരും പ്രത്യേകതയുള്ളവരാണ്, നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിവുള്ളവരാണ്. ഇനി എന്തിനാണ് കാത്തിരിക്കുന്നത്? നിങ്ങളുടെ സ്വപ്നങ്ങൾ പിന്തുടരൂ, വിജയത്തിലേക്ക് ചിറകുവിടർത്തൂ. ജയ് ഹിന്ദ്. കണ്ടതിന് നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.